നമ്മളൊരു ക്രൗൺ ടി വി അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് 2 വർഷം തികഞ്ഞില്ലല്ലോ. അതിനിടയിൽ പിന്നെയും പുതിയൊരു ടിവിയോ? നോ. അമേരിക്കയിൽ മാസാമാസം പുതിയ തരത്തിലുള്ള ടി വി ഇറങ്ങുന്നതല്ലേ? TVC-ന്നോ KVC-ന്നോ? അപ്പൊ ഇപ്പോൾ ഉള്ള ക്രൗൺ ടി വി എന്ത് ചെയ്യും? കളയാനോ? എനിക്കൊന്നും അറിയാൻ മേല. സുനിതയും സംഗീതയും മാറി മാറി ഫോണിലൊരു പരാക്രമമായിരുന്നു. ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു നോക്കൂന്ന് അവരെന്നോട് പറഞ്ഞെന്നേ. അപ്പൊ ക്രൗൺ എന്ത് ചെയ്യുന്നു പറ. ക്രൗൺ ടി വി മുത്തശ്ശന് കൊടുക്കുക അത്രേ. ഒന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആദ്യം ക്രൗൺ വിൽക്കാൻ പറ, ബാക്കി കാര്യം പിന്നെ. എന്തായാലും ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഉടനടി ക്രൗൺ വിറ്റേ പറ്റൂ. ഹലോ, എന്തോന്നാ ഇത്? അവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. മരണം വെപ്രാളം പിടിച്ച് ഓടിയത് എന്തിന്? എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ നീ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്. സത്യത്തിന്റെ ഭീവത്സമായ മുഖം കാണുമ്പോൾ ഒരു CIDക്ക് ഉത്തരവാദിത്വ ബോധത്തിന്റെ വട്ട് പിടിക്കും. സത്യത്തിന്റെ ഭീവത്സമായ മുഖം നീ എവിടെ കണ്ടു? എംബസി കെട്ടിടത്തിന്റെ ഇരുണ്ട കോണുകളിൽ നീ കണ്ടില്ലേ? ഇല്ല. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നീ കേട്ടില്ലേ? ഗൗൺ അല്ലടാ, ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഉടനടി ക്രൗൺ വിൽക്കണമെന്ന് മേനോൻ ഫോണിൽ കൂടെ പറഞ്ഞ നീ കേട്ടില്ലേ? കിരീടത്തിന് ക്രൗൺ എന്നാണോ പറയുന്നത്? എടാ, കിരീടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. കിരീടത്തിന് ക്രൗൺ എന്നാണ് പറയാമെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അല്ലാതെ എനിക്ക് അങ്ങനെ മനസ്സിലാവും? ഇതുപോലും അറിയാത്ത നീ പിന്നെ എന്തിനാ CID എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോ തൽക്കാലം CID അല്ല. നീ പിന്നെ ഇവിടെ കാണുന്ന ടൂറിസ്റ്റാ? ടൂറിസ്റ്റാ. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. എനിക്ക് പേരെടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് എന്റെ പേരിൽ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വർഷിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ആരെ പിടിക്കുമെന്നാ പറയുന്നത്? എടാ വിജയ, ദൈവം എനിക്ക് ബുദ്ധി മാത്രമല്ല വളരെയധികം ഭാഗ്യവും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളുടെ കിങ്കരന്മാർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞു? നമ്മൾ കിരീടം കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അയാൾ കിരീടം വിൽക്കാൻ തീരുമാനിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അയാൾ തന്നെയാണ് നമ്മളെ കൊല്ലിക്കാനും ശ്രമിച്ചത്. അപ്പൊ ഈ മേനോൻ തന്നെയാണോ ഈ പോൾ ബാർബർ? എടാ വിഡ്ഢി, പിന്നല്ലാതെ വലിയ വലിയ കള്ളന്മാർക്ക് വളരെ വളരെ കള്ളപ്പേരുകൾ കാണും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്കറിയണം. എന്തിന്? നമുക്ക് ചിലവര് കാശ് തരില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എടാ, കയ്യിൽ കാശില്ലാതാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കില്ലേ? ഓഹോ, എന്നാൽ ഇപ്പൊ തന്നെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം. എടാ മണ്ട, എല്ലാ തെളിവുകളും ശേഖരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തെളിവ്? നല്ല 4 ഇടി കൊടുത്ത തത്ത പറയും പോലെ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇത് ഇന്ത്യയല്ല. അയാൾക്ക് എന്തൊക്കെ സന്നാഹങ്ങളുണ്ടെന്ന് ആർക്കറിയാം? പിന്നെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? കക്കാൻ വന്നപ്പോ കമ്പി കൊണ്ട് അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അയാളുടെ ഷർട്ടിന്റെ ഒരു കീറിയ കഷ്ണം തുണിയും നമ്മുടെ കയ്യിലുണ്ട്. 2 സുപ്രധാനമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, അയാളുടെ മുതുകിന് താഴെ കമ്പി കൊണ്ടൊരു മുറിവുണ്ടായിട്ടുണ്ടോ എന്നും, നമ്മുടെ കയ്യിലുള്ള കഷ്ണം തുണിയുടെ ബാക്കി ഭാഗം അയാളുടെ കയ്യിലുണ്ടോ എന്നുമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. ദ്രോഹി, രാജ്യത്തിന്റെ കാൽവല നടക്കുന്ന തെണ്ടി, രഘുപതി രാഘവ രാജാറാമും ജനഗണമനയും പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്ന ഇയാൾ തന്നെയാണ് ചേർന്ന് ഓർക്കുമ്പോൾ വിജയ എനിക്ക് ഇപ്പൊ മുതൽ നമ്മൾ ഡ്യൂട്ടിയിലാണ്. വി ആർ സ്റ്റാർട്ടിംഗ് അവർ ഇൻവെസ്റ്റിഗേഷൻ.